നമ്മുടെ ഡാൻസ് ധമാക്കയുടെ ഗ്രാൻഡ് ലോഞ്ച് ഈവന്റ് കഴിഞ്ഞതിന് ശേഷം കേരളം മുഴുവൻ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത്രയും പുതുമയോടെയാണ് ഒരു ഡാൻസ് റിയാലിറ്റി ഷോ ആദ്യമായിട്ട് TV പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത്. അതിൽ നമ്മളെ കണ്ടസ്റ്റൻസ് ആയിക്കോട്ടെ, അവർ വന്നിരിക്കുന്ന കഥകളായിക്കോട്ടെ, നമ്മുടെ മെൻറ്റേഴ്സ് ആയിക്കോട്ടെ, നമ്മുടെ പുതിയ ജഡ്ജ്, ആബ്സല്യൂട്ട്ലി ഫ്രഷ് കോമ്പിനേഷൻ ആയിക്കോട്ടെ, എല്ലാം കൊണ്ടും ദിസ് ഇസ് ട്രൂലി സംതിങ് ടു ലുക്ക് ഔട്ട് ഫോർ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ അങ്ങോട്ട് കോമ്പറ്റീഷൻ തുടങ്ങുകയാണ്. ഇതുവരെ നിങ്ങൾ കണ്ടതൊന്നും അല്ല, കളിയല്ല, ഇനി കാര്യത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അതിൻ്റെ കംപ്ലീറ്റ് എക്സൈറ്റ്മെൻറ്റിലും ത്രില്ലിലും ഒക്കെയാണ് നമ്മൾ ഇരിക്കുന്നത്. അയ്യോ പറഞ്ഞ് നമ്മുടെ എൻ്റെ ആളെ വിളിച്ചില്ലല്ലോ, ഞാൻ നോബിച്ചേട്ടനെ കാണുന്നില്ലല്ലോ. നോബിച്ചേട്ടാ, വാവ് നോബിച്ചേട്ടാ, ഞാനിത് പ്രതീക്ഷിച്ചില്ല. ഇതൊക്കെ ഓർമ്മയുണ്ടാ ഇന്നത്തെ ദിവസവും അതിന്റെ പ്രത്യേകതയൊക്കെ? എന്തിനും ഏതിനും നെഞ്ചു പിടിച്ചിരിക്കുന്ന ഒരു ഇന്ത്യക്കാരന്റെ മോശം പ്രത്യേകത അറിയാമോ? ഐ എം വെരി പ്രൗഡ് ഓഫ് യു. താങ്ക് യു. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഇന്ത്യൻസ് ഡേ. ഇൻഡിപെൻഡൻസ്. അതെ, എനിക്ക് തോന്നുന്നു സ്കൂള് കഴിഞ്ഞതിന് ശേഷം ഫ്ലാഗ് പിടിച്ചോണ്ട് വരുന്നത് കുറെ വർഷങ്ങൾക്ക് ശേഷം ഇന്നാണ്. അതെ അതെ. അതിൽ എന്ത് തോന്നുന്നു? ഇന്ന് സ്വാതന്ത്ര്യം കിട്ടിയ എത്രാമത്തെ വർഷമാണെന്ന് അറിയാമോ? കറക്റ്റ് പറയുകയാണെങ്കിൽ 80. 50 ആയപ്പോ ഞാൻ സ്കൂളിൽ പഠിക്കുകയായിരുന്നു. സത്യം, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തായിരുന്നു സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 50ാമത്തെ വർഷം. അന്ന് എല്ലാവരും കൂടി പിന്നെ പാട്ട് പാടിയപ്പം ഞാനും ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ഇതൊക്കെ കേട്ടിട്ട് അതിശയം. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 80 വർഷമായി. അറിഞ്ഞല്ലേ? ശില്പ എത്രാം ക്ലാസ് പഠിക്കുമ്പോൾ 50 വർഷം ആഘോഷിച്ചത്? അതൊക്കെ നമുക്ക് പറയണോ? കാരണം വളരെ വീക്കാണ്. ഇനി മൈനസ് ചെയ്ത് പറയാന്നൊക്കെ പറഞ്ഞാൽ അത് ടാസ്ക് ആണ്. എനിക്കിപ്പോ പറ്റില്ല. ഇതൊന്നും സമ്മതിക്കാത്തത് എനിക്കതാണ് മനസ്സിലെ. പ്രായം പറയുന്നില്ല. വിക്കിപീഡിയ ഒന്ന് അടിച്ചു നോക്കി, പിള്ളേർ അടിച്ചു നോക്കി. ഞാൻ നാട്ടിലല്ല പഠിച്ചത്. ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്ത എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ കാര്യമാണ് ഇവിടെ പഠിക്കാൻ പറ്റാത്തതിൻ്റെ കുറേ കാര്യങ്ങൾ, കുറേ ഭാഗ്യങ്ങൾ. പ്രത്യേകിച്ച് ഇൻഡിപെൻഡൻസ് ഡേക്ക് നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഫ്രീ ലഡു അല്ലേ, ഞാൻ കേട്ടിട്ടുണ്ട്. ലഡുവും പായസവും. അതായത് എനിക്ക് കിട്ടാ ഇൻഡിപെൻഡൻസ് ഡേക്ക് നമ്മൾ രാവിലെ ചെന്നിട്ട് നമ്മള് പ്രധാന അധ്യാപകൻ ഫ്ലാഗ് ഉയർത്തും. അതിനുശേഷം എല്ലാ കുട്ടികളും കൂടെ ചേർന്ന് പിന്നെ സ്കൂള് കംപ്ലീറ്റ് വൃത്തിയാക്കും. ഫുള്ള് എന്തായാലും സേവനവാരം. അത് കഴിഞ്ഞ് ഇച്ചിരി പായസം കുടിച്ചിട്ട് അങ്ങ് നിൽക്കും. നമ്മുടെ ജഡ്ജസിനെ വിളിക്കണ്ടേ? ദൈവമേ, കഴിഞ്ഞ എപ്പിസോഡ് നമ്മുടെ ഇനാഗറൽ എപ്പിസോഡിന് ഡാൻസ് കളിച്ചിട്ട് ജഡ്ജസിനൊക്കെ നടക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വിനീതൊക്കെ ചാടിക്കിടന്നാണ് ഡാൻസ് കളിച്ചത്. ഏട്ടാ, നിങ്ങൾക്ക് കൊല്ലാത്ത കുഴപ്പം അവർക്ക് എങ്ങനെയാണ്? നിങ്ങളാണല്ലോ ഏറ്റവും കൂടുതൽ ഡാൻസ് കളിച്ചത്. ഇത്ര പേര് പറഞ്ഞു അറിയാൻ എൻ്റെ അടുത്ത് സൂപ്പർ ഡാൻസ് ആയിരുന്നു. വിളിക്കും നമ്മുടെ ജഡ്ജസിനെ. ആൾക്കാർ കാത്തിരിക്കണം എവിടെയാ അവരെന്ന് ചോദിച്ചോ. അപ്പൊ നമ്മുടെ കളർഫുൾ പാനൽ ഓഫ് ജഡ്ജസ് നമ്മുടെ ഡാൻസ് ധമാക്കയുടെ എന്താ പറയാ, ഡാൻസ് ധമാക്കേനെ പൂർണ്ണമാക്കണമെങ്കിൽ ഈ 3 പേരും ഇല്ലാണ്ട് നടക്കില്ല. Please welcome Vineet Kumar Praga Martin and Jobin Master. ഇത്രയും ചുള്ളന്മാരായ ജഡ്ജസിനെ ഇവിടെ നിന്ന് കിട്ടിയത്. ഞാൻ വെച്ച ആങ്കറിന്റെ കാര്യമാണ്. സോറി, ജനങ്ങൾ ചോദിച്ച കാര്യമാ. ഞാൻ ഇന്നലെ എൻ്റെ അടുത്ത് ചോദിച്ചതേ ഉള്ളൂ, ഇത്രയും ചുള്ളനായ ഒരു കോ ആങ്കറിന് ശില്പയുടെ കരിയറിൽ ഇതുവരെ കിട്ടിയിട്ടുണ്ടോ? ചോദിച്ചു. നമ്മുടെ ഡാൻസ് ധമാക്കയില് നമ്മുടെ ഇവന്റ് ലോഞ്ച് എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ ഈ ടൈറ്റിൽ സോങ്ങിന്റെ സിഗ്നേച്ചർ സ്റ്റെപ്പ്, നമ്മുടെ ജോബിൻ ചേട്ടന്റെ കോറിയോയിലുള്ള സ്റ്റെപ്പ്. സത്യം പറഞ്ഞാൽ അത് നമ്മുടെ ജനങ്ങളിലേക്ക് ഓൾറെഡി എത്തിക്കഴിഞ്ഞു. അവരിൽ പലരും അത് പരീക്ഷിച്ച് വീഡിയോസ് ഇടാനും തുടങ്ങി. അതിൽ നിന്ന് നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾക്ക് ഓരോ തവണ അതിൽ നിന്നും ഏറ്റവും മികച്ചതായിട്ട് പെർഫോം ചെയ്ത് റീൽ ഇടുന്ന ആൾക്ക് ഡാൻസ് ധമാക്കയുടെ ഫ്ലോറിൽ നേരിട്ട് വരാനുള്ള അവസരം നമ്മൾ കൊടുക്കുന്നുള്ളത്. സോ അതിന്റെ അപ്ഡേറ്റ്സും വരും എപ്പിസോഡിൽ നമ്മൾ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഒന്നും കൂടി ആ സ്റ്റെപ്പ് ഒന്ന് നോക്കി പഠിക്കണം എന്നുണ്ടാവും. ഞങ്ങൾക്കും നിങ്ങളുടെ കൂടെ കളിക്കണം എന്നുണ്ട്. നമുക്ക് ഒന്നും കൂടി അത് ചെയ്താലോ? എന്നാ കൊന്നു വെച്ചേക്കാണ് കേട്ടോ. നോബിച്ചേട്ടൻ മാത്രം ശരിക്കും ചെയ്തുള്ളൂ. ഞങ്ങൾ എന്നാ ചെയ്തു വെച്ച വേല ദൈവത്തും ചോദിക്കും. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഭയങ്കര ലുക്കായിട്ടുണ്ടല്ലോ രണ്ടുപേരും. ബ്യൂട്ടിഫുൾ, സോ ഹാൻസം. ഇതൊക്കെ പണ്ടേ പണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കാത്തോണ്ട് നാണം കൊണ്ട് മുഖം ചുവന്നു. ശില്പ വേറെ സംഭവം അറിയോ? ജോബിൻ മാഷിന്റെ വൈഫ് പിണങ്ങിയിരിക്കുകയാണ്. ഇന്ന് വിഷയാവും. സാരി കുത്താനുള്ള 4 പിന്നെടുത്ത് പാന്റ് കുത്തി. ഞാൻ പറയാം, അത് എന്തുകൊണ്ടാന്നറിയോ? 4 എടുത്തിട്ടുണ്ട്. ശില്പയ്ക്ക് പ്രയാഗയും ശില്പയും പിന്നെ നമ്മുടെ 2-3 കണ്ടസ്റ്റൻസ് ഉണ്ട്. അവർ ചില ആൾക്കാര് സ്വഭാവം അത്ര ശരിയാ.
പറഞ്ഞുകൊണ്ട് പിന്നെ കൊണ്ടുവരാൻ പറഞ്ഞില്ലേ പ്രേക? Yes. Yes. അതും വലിയ, പിന്നെ ചെറുതല്ല, കുറച്ച് വലിയത് എടുത്തോന്ന് പറഞ്ഞു. അതുകൊണ്ട് 4 എണ്ണം എടുത്തിട്ടുണ്ട്. അല്ല, പണ്ട് പറയുമായിരുന്നല്ലോ, പെൺകുട്ടികൾ ബസ്സിൽ കയറുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു പിന്ന് കയ്യിൽ വെച്ചേക്കുക. ആരെങ്കിലും ശല്യം ചെയ്താൽ ഒരു കുത്തു കൊടുക്കുക. അതേപോലെ മാഷിന് ആരൊക്കെ ശല്യം ചെയ്യുന്നു അത് പിന്നെ മാഷിന്റെ തൊട്ടടുത്തിരിക്കുന്ന ഞാനാണ്. ഞാൻ എങ്ങനെ ശല്യം ചെയ്യാനാ മാഷിനെ? കൊറേ കുത്ത് കിട്ടുന്നു. പിന്നെ അപ്പൊ നമുക്ക് നമ്മുടെ കൊറിയോഗ്രാഫർ ജോബിൻ മാസ്റ്ററിന്റെ ആ സിഗ്നേച്ചർ സ്റ്റെപ്പ് ഒരുമിച്ച് ചെയ്തിട്ട് നമ്മൾ അങ്ങ് തുടങ്ങിയാലോ? ഇന്ന് മുതൽ നമ്മുടെ കോമ്പറ്റീഷൻ തുടങ്ങാൻ പോവാണ്. അതെ. കുറച്ച് ഊർജ്ജ ഉഷാറൊക്കെ നമുക്ക് എല്ലാവർക്കും കൊടുക്കാം. Nacho. Nacho. Let's dance. ജോബിൻ പാന്റിൽ സേഫ്റ്റി പിന്നൊക്കെ കുത്തി വന്നെങ്കിലും നമ്മള് വിനീതട്ടിന് ഇന്നത്തെ ലുക്ക് കണ്ട ഒരു രക്ഷയില്ല. ഗ്രാൻഡ് ലോഞ്ചിനെ കാട്ടിലും ഗ്രാൻഡ് ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഒന്നിനും ഒരു കുറവില്ല. പ്രത്യേകിച്ച് ഈ സ്റ്റെപ്പ് ഒക്കെ ചെയ്തില്ലേ, കിടന്ന് കുലുങ്ങിട്ട് എനിക്ക് ഡിസ്ട്രാക്ഷൻ ആയിരുന്നു. ഞാൻ ഈ സ്റ്റെപ്പ് ചെയ്തില്ല, ഇത് ചിലപ്പോ ഒളിഞ്ഞു കിടന്ന് എന്റെ വില്ലൻ ചുമ വെളിയിലൊന്ന്. എന്തായാലും നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡിന് ശേഷം നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത് നിന്ന് വിനീതേട്ടാ എന്തൊക്കെയാണ് ഫീഡ്ബാക്ക് കിട്ടിയത്? കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് റെസ്പോൺസ് ആ സമയത്ത് തന്നെ വിളിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം മെസ്സേജസ് ആയിട്ട് വന്നു. ഞാനും കണ്ടിരുന്നു എപ്പിസോഡ്. നോബിയുടെ ഡാൻസും എന്റെ കൂടെ പറഞ്ഞത് നിഷ്കളങ്കരായ 3 ജഡ്ജസ്, അതിലും നിഷ്കളങ്കരായ പിന്നെ ആങ്കർമാര്. ഇതിലേറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ ഡാൻസ് കളിക്കുന്ന പിന്നെ നമ്മുടെ കണ്ടസ്റ്റൻസിന് ടെൻഷൻ ഇല്ല. അത് ഏറ്റവും വലിയൊരു സംഭവമാണ്. അതെ, കാര്യം നിങ്ങളെ നോക്കിയാൽ ടെൻഷൻ വരില്ല. കാര്യം അവര് അതുകൊണ്ട് അവര് മനസ്സറിഞ്ഞ് അവർ കളിക്കും. പിന്നെ ആരാണ് അവർക്ക് ടെൻഷൻ കൊടുക്കുന്നത്? ശില്പ. എനിക്ക് തോന്നി അടുത്തത് ഇങ്ങോട്ട്. അല്ല, ശില്പ പോലെ ബൂസ്റ്റ് ചെയ്ത് വിടുന്നുണ്ടല്ലോ അവര്. അല്ല, പക്ഷെ ഞങ്ങൾ ചിലപ്പോൾ ഡാൻസ് ടെക്നിക്കലായിട്ട് പറയാൻ പറ്റില്ല. നോബി അത് ടെക്നിക്കലായിട്ടൊന്ന് കറക്റ്റ് ചെയ്യണം. നോക്കാം. പെട്ടെന്ന് ഫുൾ അങ്ങ് ശ്രദ്ധിക്കാൻ പറ്റില്ല അല്ലേ? പ്രയാഗൊക്കെ തീർച്ചയായിട്ടും ജഡ്ജിങ് പാനൽ ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ല. ഡാൻസ് റിയാലിറ്റി ഷോന്റെ യെസ് ആണ്. അപ്പൊ ഹൗ ഇസ് യുവർ ഫീഡ്ബാക്ക്? ഫീഡ്ബാക്ക് ഇസ് ഗ്രേറ്റ് ബിക്കോസ് ഐ തിങ്ക് എല്ലാവരും ത്രിൽഡ് ആണ്. ഡാൻസ് റിയാലിറ്റി ഷോ എന്നുള്ള ഘടകമാണ് എല്ലാവർക്കും ഭയങ്കര, എനിക്ക് തോന്നുന്നു ഷോ കാണുന്നവർക്കായാലും അവരുടെ എവിടുന്നാണോ കാണുന്നത്, ലിവിങ് റൂമിലായാലും ഫോണിൽ വെച്ച് കാണുമ്പോഴൊക്കെ നമുക്കും കൂടെ ഡാൻസ് കളിക്കാൻ തോന്നുന്നു എന്നുള്ള സംഭവമാണ് ഇവിടെ ഉളവാകുന്നത്. ഞാൻ കറക്റ്റ് മലയാളല്ലേ? ഇതുവരെ എല്ലാം കറക്റ്റ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഗംഭീര അഭിപ്രായമാണ് എനിക്ക് കിട്ടുന്നത്. ആൻഡ് ഐ വുഡ് ലൈക്ക് ടു യൂസ് ദ സ്റ്റേജ് ടു എന്താ പറയാ, ഒന്നും കൂടെ എല്ലാവരോടും ഓൾ ദി ബെസ്റ്റ് പറയാണ്. തകർക്കൂ. യെസ് ജോബിൻ ചേട്ടാ, നമ്മൾ ഇന്ന് മുതൽ ഞാൻ ജോബിൻ ചേട്ടാ എന്നാണ് വർഷങ്ങളായിട്ട് വിളിക്കുന്നെങ്കിലും നമ്മുടെ ഈ ഫ്ലോറിൽ ജോബിൻ ചേട്ടനാണ് മാസ്റ്റർ, ദ ഡാൻസ് മാസ്റ്റർ. നമ്മുടെ വേർഡിക്റ്റിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളൊക്കെ ജോബിൻ മാസ്റ്ററാണ് ഇന്ന് മുതൽ അങ്ങോട്ട് നിരീക്ഷിച്ച് മാർക്സ് ഇടാൻ പോകുന്നത്. സോ മാസ്റ്റർ, ഇന്ന് മുതൽ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോണെന്നും കൂടെ ഒന്ന് പറ. മീശ ഒന്ന് പിരിക്കണോ? പിരിച്ചോ നിങ്ങൾക്ക് കുറെ കിടക്കില്ല. കണ്ണാടി കയറി കുരുങ്ങരുത്. അപ്പം വലിയൊരു റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. എന്നാലും ഇപ്പം ഫസ്റ്റ് വന്ന ഈ ഒരു ഫസ്റ്റ് എപ്പിസോഡ് ഇത് കഴിഞ്ഞപ്പം ഒരു ഭയങ്കര അഭിപ്രായമാണ്. ഇൻസ്റ്റയിലാണെങ്കിലും വാട്സപ്പിലാണെങ്കിലും ഒത്തിരി അധികം ആൾക്കാർ ഇതിനെ കുറിച്ച് പറഞ്ഞു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിന്റെ പ്രൊമോ അടക്കം ഒരു കളർഫുൾ, എന്താ പറയാ, ഒരു ലോഞ്ച് ഭയങ്കരമായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ ഘടകം എന്ന് വെച്ചാൽ കണ്ടസ്റ്റൻസ് ഭയങ്കര സ്ട്രോങ് ആണ് അല്ലേ? ഈ ഷോ എന്താ പറയാ, ഇന്റർനാഷണൽ ലെവൽ തട്ടുന്നതിന്റെ ഉറപ്പാണ്. എന്റെ അടുത്ത് ഇന്നലെ ഒരാൾ ചോദിച്ചു, ജോബിൻ ചേട്ടൻ എങ്ങനെയാ ടോക്സിക്കിന്റെ പ്രൊമോഷൻസും ഇതെല്ലാം ഒരുമിച്ച് മാനേജ് ചെയ്യുന്നതെന്ന്. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഒരുവിധം. അല്ല, അപ്പൊ ഞാൻ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നൊന്ന് ചോദിക്കൂ. രണ്ട് സുന്ദരന്മാരായ ജഡ്ജസ് അവിടെ, റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. അതെ, ഞങ്ങൾ പുകഴ്ത്തണായിരിക്കും. സുന്ദരിയെ ഞങ്ങളുടെ നടുവിലിരിക്കുന്നത്. ഞങ്ങളുടെ ഇടയിൽ ഒരു ചെറിയ മത്സരം. സോ മച്ച് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മാത്രം അതൊക്കെ ഉള്ളത്. സാരമില്ല. അല്ല, രേഖ നോക്കുമ്പോ ഒരു മാർഗംകളിയുടെ ന്യൂ വെർഷൻ പോലെ സൈഡ് ഇങ്ങനെ കാണുമ്പോ എന്നാ നമുക്കൊരു മാർഗംകളി ആവാം. സൂപ്പർ. കുറച്ചൊന്ന് മാറാവോ? ഞങ്ങളൊന്ന് ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആണ്. ഇങ്ങോട്ട് വാ, നടുക്കിലോട്ട് പൊന്ന് നടുക്കോട്ട് വാ. അന്ന് പ്രയാഗം നോക്കി കളിച്ചാ മതിയേ. അല്ലാതെ എങ്ങനെ
പന്തലില് ഇമ്പകപ്പ് കുമ്പിടും പെണ്ണൊരുത്തി വന്നല്ലോ കർപ്പൂരപ്പൊങ്കലില് പുഞ്ചിരിച്ച് അഞ്ജനവും കസ്തൂരിയും തിരുത്തി ചമയിച്ചു നല്ല ചന്തം വരുത്തി വെള്ളയും കരിപ്പടവും ഇരുത്തി പെണ്ണവളെ മുത്തമാർക്കും ഇരുത്തി വന്നജനമെല്ലാരും ചൊല്ലുന്നു മണ്ണിലിൽ ഇങ്ങനെ ചെയ്തുള്ള പാലയില മാർഗംകളി തുടങ്ങി തൃശ്ശൂരിലെ കൈകൊട്ടി കളിയിൽ അവസാനിപ്പിച്ചു 3 ജില്ല കടന്ന് നമ്മളെത്തി. നോബിച്ചേട്ടന്റെ ഐഡിയ ആയിപ്പോയി, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ദിവസത്തിന്റെ വലിയ പ്രത്യേകതകളുണ്ട്. ആക്ച്വലി ഇതൊന്നും പ്ലാൻഡ് അല്ലാണ്ട് സംഭവിക്കുന്നതാണ്. നമ്മൾ അങ്ങനെ പറയുമ്പോൾ നമ്മുടെ കേരളത്തിന്റെ അകത്ത് തന്നെ എന്തോരം ഡാൻസ് ഫോംസ് ആണ്. മാർഗം കളി, ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഒപ്പന വന്നു, നിങ്ങളെ കുച്ചിപ്പുടി വന്നു, എന്തൊക്കെ വന്നു, ഫോക്ക് ഡാൻസ് വന്നു. അപ്പം അതെ, അപ്പൊ അതുപോലെ ഇത്രയും ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തു നിന്നാണ് നമ്മളുള്ളത്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കാണാൻ പോവാണ്. അപ്പൊ കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കണ്ടല്ലോ അല്ലേ? അപ്പൊ let's get our judges on their seats today and start with today's dance. Dhamaaka ഒരു വലിയ കൈയടി കൊടുക്കൂ. Let's go. ജോബിൻ മാസ്റ്റർ രഹസ്യമായിട്ട് ശില്പയുടെ ചോദിക്കുന്ന ഞാൻ കേട്ടു, ഇന്ന് എന്നെ കൊണ്ടാക്കുന്നില്ലേന്ന്. ഞാൻ കൊണ്ടാക്കണായിരുന്നോ? പറയേണ്ട താമസം. Should I? യെസ്, അങ്ങനെയായിരുന്നു. Okay, അടുത്ത ബ്രേക്കിനാ. ഓക്കെ, കയ്യെത്തും ദൂരത്ത് തന്നെയാണ്. പുള്ളി വേണ്ട കേട്ടോ. രേഖ പേടിക്കണ്ട. അല്ല, നോബിചേട്ടൻ എന്താ എന്നെ കൊണ്ടാക്കാത്ത? വിനീത് ഒറ്റയ്ക്കായി പോകും, എനിക്ക് അതൊരു വിഷമം. കുഴപ്പമില്ല. ശരി. അപ്പൊ നമ്മുടെ ജഡ്ജസ് വന്നിരുന്നു കഴിഞ്ഞു. എന്നാൽ ലോഞ്ച് എപ്പിസോഡിന് ശേഷം തീ തിന്നോണ്ടിരിക്കുന്ന 2 പേരുണ്ട്. നമ്മുടെ ഷോന്റെ പില്ലേഴ്സ് ആയ നാസിഫ് ആസാദ് and ജിഷ്ണു. Mentors, are you ready for today? We are born ready. Born ready? നീയാ? Yes, ready. എടാ ജിഷ്ണു, 1980 കൊടൈക്കനാലിൽ ടൂർ വന്നണക്കാ വരികയാണ്. മറ്റേ പഴയ ദിലീപേട്ടന്റെ സിനിമയിലെ. എനിക്ക് കിലുക്കത്തിലെ ലാലേട്ടനെ ഓർമ്മ വന്നു. ശരി. പക്ഷെ എന്തായാലും കിഡിലും സ്റ്റൈലിംഗ് ആണ്, അത് പറയാതിരിക്കാൻ വയ്യ. ലാലേട്ടനെന്ന് അല്ല, പക്ഷെ കിലുക്കത്തിൽ തിലകൻ ചേട്ടനാണ് ഇങ്ങനെ തൊപ്പിയൊക്കെ ആ സെറ്റർ അല്ലേ? പൊളി അടിപൊളി. എടാ കൊള്ളാം, തൊപ്പി കൊള്ളാം. ഔട്ട്ഫിറ്റിനെ പറ്റി ആരും ഒന്നും പറയാത്ത. യു ആർ ബോൺ ഹാൻസം ലൈക്ക് യു ആർ ബോൺ റെഡി. കാണുന്നുണ്ടോ? എടാ പ്രേക്ഷകരുടെ അഭ്യർത്ഥന, ഇവന്റെ കൃഷ്ണമണി ഒന്ന് കാണണമെന്ന്. അങ്ങനെയൊന്നും പറഞ്ഞൂടാ. ആസിഫേ, അടിപൊളിയായിരുന്നടാ. ഇവൻ എണീറ്റ് നോട്ടെ. ജിഷ്ണു ഒന്ന് എണീറ്റില്ല, ഒന്ന് കാണട്ടെ. അയ്യോ പാവ. സൂപ്പറടാ, അടിപൊളിയാണ്. ഈ 45 ഡിഗ്രി ചൂടിലാണ് ഇവിടുത്തെ AC ഓഫ് ചെയ്ത് അവൻ പെടും. ഇനി ഏതാണ് റൗണ്ട്, എവിടെ നിന്നാണ് വരുന്നത്? ധമാക്ക ഓർ പട്ടാക്ക? അപ്പൊ കൂളിംഗ് ഗ്ലാസ് വീണ്ടും എടുത്തിട്ടിരിക്കുകയാണ്. എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? ചാപ്റ്റർ ഫ്രം മൈ ലൈഫ് എന്ന് പറയുന്ന ഒരു റൗണ്ടാണ്. ലൈഫ് സ്റ്റോറി. ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിൽ തന്നെ, ഡാൻസ് റിയാലിറ്റി ഷോയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു റൗണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് നമ്മളാണ് ആദ്യമായിട്ട് കൊണ്ടുപോകുന്നത്. അടിപൊളി. അപ്പോൾ ഇങ്ങനെ ഒരു റൗണ്ടില് കുറെ കൺഫ്യൂഷൻസ് ഉണ്ടാവും. 2 പാർട്ട്നേഴ്സ് ഉണ്ടാവും. അപ്പോ നമ്മൾ ആരുടെ സ്റ്റോറിയാണ്? ആരുടെ സ്റ്റോറി ആവാം, ചിലപ്പോൾ 2 പേരുടെ സ്റ്റോറി ആവാം, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളുടെ സ്റ്റോറി ആവാം. അപ്പൊ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അവരുടെ ലൈഫിൽ നടന്ന ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് ആയിരിക്കും നമ്മളെടുത്ത് വിഷ്വലൈസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മാച്ച് ആയിട്ടുള്ള സോങ്സ് ഒരുപാടുണ്ടല്ലോ. ഓരോ ജോണറിൽ ഓരോ സോങ്ങുകളുണ്ട്. അപ്പോൾ അവരുടെ ഇമോഷൻ എന്താന്ന് നമ്മൾ ഫിഗർ ഔട്ട് ചെയ്തിട്ട് അതിന് മാച്ച് ആവുന്ന സോങ്സ് എടുത്തിട്ട് അത് ഒരു നരേഷൻ പോലെ, ഒരു ഡാൻസ് ഡ്രാമ പോലെ. അപ്പൊ ഇമോഷന് കുറച്ച് പ്രാധാന്യം കൊടുക്കുന്ന റൗണ്ട്. ഓഫ് കോഴ്സ് അങ്ങനെ തന്നെ ആയിരിക്കും വരുന്നത്. ഓക്കെ, അതാണ് എനിക്ക് റൗണ്ടിനെ പറ്റി പറയാനുള്ള ബ്രീഫ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ പെർഫോമൻസിന് നമ്മുടെ ചാപ്റ്റർ ഫ്രം മൈ ലൈഫ് എന്ന് പറയുന്ന ഈ യുണീക്ക് ആയിട്ടുള്ള ഒരു ഐഡിയ റൗണ്ടിലേക്ക് പെർഫോം ചെയ്യാനായിട്ട് ആദ്യമായിട്ട് വരുന്നത് ജിതീഷ് ആൻഡ് ഗോപികയാണ്. അവർക്ക് ആദ്യം ഒരു വലിയൊരു കൈയടി കൊടുക്കാം. നമ്മൾ ജിതീഷ് ആൻഡ് ഗോപികയുടെ പെർഫോമൻസിൽ ഗോപികയുടെ ലൈഫിൽ നടന്നിട്ടുള്ള ഒരു ഇൻസിഡന്റിനെ പറ്റിയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇൻസിഡന്റ് എന്താണെന്ന് പറയുന്നില്ല, അത് പെർഫോമൻസിലൂടെ കൺവേ ആവാൻ. അപ്പോൾ ഗോപികയുടെ ലൈഫ് സ്റ്റോറിയാണ്. അതിനെ സപ്പോർട്ട് ചെയ്യാണ് നമ്മുടെ ജിതേഷ് അതിലൊരു റോള് പ്ലേ ചെയ്യുന്നത്. നമുക്ക് വലിയൊരു കയ്യടിയോടെ, ഒരുപാട് സന്തോഷത്തോടെ നമുക്ക് ജിതേഷിനെയും ഗോപികയെയും വേദിയിലേക്ക് വിളിക്കാം. Please welcome Jitesh and Gopika from Dhamaka.
പുതുകനവായി മഷിയെഴുതി മിഴികളിലാദ്യം ചിറകുകളിൽ കിലുകിലുങ്ങും തരിവളയേകി കുഞ്ഞിച്ചുണ്ടിൽ പൊന്നും തേനും തന്നോ മാമൂട്ടി പിച്ച പിച്ച വയ്ക്കാൻ കൂടി വന്നോ കൈനീട്ടി അച്ഛാ, എന്താ മോളെ, നീ വീണ്ടും ആ സ്വപ്നം കണ്ടോ? അത് വിട്ടേക്ക് മോളെ. നമ്മുടെ പഴയ അച്ഛനല്ല ഇപ്പോ. കുടിച്ച് കുടിച്ച് നിന്റെ അച്ഛൻ ഒരുപാട് മാറി. നമുക്ക് നമ്മുടെ ആ പഴയ അച്ഛനെ തിരിച്ചു കിട്ടാൻ പ്രാർത്ഥിക്കാം. അച്ഛാ, നീ കുടിക്കല്ലേ. എനിക്കെന്റെ പഴയ അച്ഛനെ വേണം. എന്നെ പഠിപ്പിക്കാൻ നീ വരണ്ട. എനിക്കറിയാം എങ്ങനെ ജീവിക്കണോന്ന്. നീ നിന്റെ കാര്യം നോക്ക്. ഓടി. സൂര്യനായി തഴുകിയുറക്കമുണർത്തുമെന്നച്ഛനെയാണെനിക്കിഷ്ടം. ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഉരുകുമെന്നച്ഛനെയാണെനിക്കിഷ്ടം. കല്ലെടുക്കും കണിത്തുമ്പിയെപ്പോലെ ഒരുപാടു നോവുകൾക്കിടയിലും പുഞ്ചിരിച്ചിറകുവിടർത്തുമെന്നച്ഛൻ. പുഞ്ചിരിച്ചിറകുവിടർത്തുമെന്നച്ഛൻ. സൂര്യനായി തഴുകിയുറക്കമുണർത്തുമെന്നച്ഛനെയാണെനിക്കിഷ്ടം. ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഉരുകുമെന്നച്ഛനെയാണെനിക്കിഷ്ടം. ഇന്നുമെൻ പുസ്തകത്താളിൽ മയങ്ങും
എനിക്ക് ഒന്നും പറയാനില്ല എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം ഇത് പറഞ്ഞേ മതിയാവുള്ളൂ. ഇവിടെ ഡാൻസ് ചെയ്യാൻ വരുന്ന ഓരോ കണ്ടസ്റ്റന്റ് പേഴ്സ് പൊതുവേ നമ്മുടെ നാട്ടിൽ, എനിക്കറിയില്ല ഇത് ടെലികാസ്റ്റ് പോവില്ലോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ ഒരു ഡാൻസറാണ്. ഡാൻസ് ഒരു പ്രൊഫഷനായിട്ട് മാത്രം വർഷങ്ങളായിട്ട് ജീവിക്കുന്ന ഒരുപാട് പേര് എൻ്റെ നെറ്റ്വർക്കിലുണ്ട്. നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും അവനൊരു ഡാൻസറാണ്, അല്ലെങ്കിൽ അവളൊരു ഡാൻസറാണ്, അവളൊരു ഡാൻസ് ടീച്ചറാണ്, കൊറിയോഗ്രാഫറാണ് എന്നൊക്കെ പറയുമ്പം അവർ ഡിസേർവ് ചെയ്യേണ്ട ഒരു റെക്കഗ്നിഷനും അപ്രീസിയേഷനും ഇപ്പോഴും മുഴുവനായിട്ടും നമ്മുടെ കൾച്ചറിൽ അതില്ല. ഓരോരുത്തർ ജനിച്ച് വീഴുമ്പം അവരുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു ഡാൻസ് മോഹമുണ്ട്. അത് അവരുടെ ജീവിത സാഹചര്യങ്ങൾ പലപ്പോഴും സൂട്ടാവാറില്ല. അവരുടെ അച്ഛനമ്മമാർക്ക് ഇന്ന് ഡാൻസിൽ മുന്നിൽ ഒരു കരിയർ ഉണ്ടാക്കണം എന്നൊക്കെ പറയുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാറില്ല. കാരണം അതിന് നമുക്കൊരു വരുമാനം സ്ഥിരമായിട്ട് വരുമോ, എങ്ങനെ വരും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റാത്ത ഒരു പ്രൊഫഷനാണ്. ഇവിടെ ഈ സ്റ്റേജിൽ ഓരോ കണ്ടസ്റ്റന്റ് പേര് വന്നിരിക്കുന്നത് വലിയ വലിയ സ്വപ്നങ്ങൾ കൊണ്ടാണ്. ചിലപ്പോൾ ഇവിടുന്ന് പോയാൽ രക്ഷപ്പെടും, അല്ലെങ്കിൽ ചിലപ്പോൾ പഴയ പോലെയാവും. പക്ഷെ അവരിവിടെ വരാൻ എടുക്കുന്ന ഒരു സ്ട്രഗിൾ ഉണ്ട്. ആ സ്ട്രഗിൾ നമ്മൾ ആരും കാണാറില്ല. നിങ്ങളുടെ മുമ്പിൽ ഏറ്റവും നല്ല മേക്കപ്പും പ്രസൻറ്റബിൾ ആയിട്ട് വളരെ നല്ല കോസ്റ്റ്യൂമും ചിരിച്ചും കളിച്ചും തമാശകളും പറഞ്ഞും വന്ന് പെർഫോം ചെയ്ത് പോകുന്ന മാത്രം നിങ്ങൾ കാണും, നിങ്ങളത് വിലയിരുത്തും. എന്തൊക്കെയാണ് ഇവർ കടന്നു പോയിട്ടുള്ളത് എന്ന് നമ്മൾ കുറച്ചടുത്ത് നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് പറയാൻ ഒന്നും ഉണ്ടാവില്ല ഇവരെക്കുറിച്ച്. ഗോപികയുടെ ഈ സ്റ്റോറി ഇത് ഒരുപാട് പേർക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് നൊന്തിട്ടുണ്ടെങ്കിൽ, ഒന്ന് വേദനിച്ചിട്ടുണ്ടെങ്കിൽ, ദാറ്റ്സ് ബിക്കോസ് എവിടെയോ നമ്മുടെ ലൈഫിൽ നമ്മൾ ആ വിങ്ങൽ അനുഭവിച്ചിട്ടുണ്ട്, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും. തട്ടി വീഴാൻ തെല്ലുവേണ്ട, നീ വർണ്ണ നിൽക്കാൻ താങ്ങു വേണം. ഇത് നമ്മളൊരു ഡാൻസിന്റെ ഫോമിലോ ഒരു കണ്ടന്റ് ഉണ്ടാക്കി ചെയ്യുന്ന റൗണ്ട് അല്ല, ഇല്ലാത്തൊരു കാര്യം എഴുതി കൊണ്ടുവരുന്നതല്ല. ധൈര്യം വേണം. ഇത് എന്റെ കഥ, നമുക്കിതിൽ എടുക്കാം ഡാൻസ് ആയിട്ട് എന്ന് പറയാം. ഉള്ളിലൊരു തരി ഇഷ്ടം വേണം, ഉയിരിനൊത്തിരി ചന്തം വേണം, ഞാനും വേണം, നീയും വേണം, നമ്മളൊക്കേറി വന്ന വേണം, ഞാനും വേണം, നീയും വേണം. പലപ്പോഴും എല്ലാവരും പറയാറുണ്ട് ദ ബെസ്റ്റ് വേ ഓഫ് ടെല്ലിങ് എ സ്റ്റോറി ടു പീപ്പിൾ ഇസ് ത്രൂ ആർട്ട്. അതാണ് സിനിമയിൽ നമ്മൾ ചെയ്യുന്നത്. ഒരു കഥ പറയാൻ ആർട്ട് സിനിമ ഉപയോഗിക്കും. അതേപോലെ ഒരു കഥ പറയാൻ പാട്ട് ഉപയോഗിക്കുമെങ്കിൽ അതിലും വലിയതായിട്ട് നമുക്ക് ക്ലാരിറ്റിയോടെ ഒരു കഥ അവതരിപ്പിക്കാൻ ഡാൻസിലൂടെ പറ്റും. ആദ്യം ഞാൻ എൻ്റെ 2 കൈ കൊണ്ട് തൊഴുതിട്ട് ഗോപികയോട് നന്ദി പറയട്ടെ ഫോർ ഷോയിങ് ദ കട്ട്സ്, ഫോർ ബ്രിങ്ങിങ് യുവർ സ്റ്റോറി ഹിയർ ഇൻ ദിസ് റൗണ്ട്. താങ്ക് യു സോ മച്ച്. ബിഫോർ വി ഗോ ടു ദ ജഡ്ജസ്, ഗോപിക ഒന്ന് പറയാമോ? എനിക്ക് അറിയണം എന്നുണ്ട്, ഇതെപ്പോഴാണ് അച്ഛൻ പോയത്? അച്ഛൻ ഈ കഴിഞ്ഞ ഡിസംബറിലാണ് സൂസൈഡ് ചെയ്തത്. ഹി വാസ് ആക്ച്വലി ആൻ ആൽക്കഹോളിക്. നല്ല രീതിക്ക് പോകുന്നുണ്ടായിരുന്നു, പക്ഷെ ആൽക്കഹോൾ മേഡ് ഹിം അബ്നോർമൽ അറ്റ് ലാസ്റ്റ്. അപ്പോൾ ഈവൻ ഹീ ഡിഡ്ന്റ് നോ, അച്ഛനും അറിയണ്ടായിരുന്നില്ല വാട്ട് വാസ് ഹാപ്പനിങ്. ഈവൻ ഹീ കുഡന്റ് കൺട്രോൾ. കുടിക്കാണ്ടിരിക്കാനും പറ്റില്ല. പറയൂ നീ ജീവനേ, എൻ ജീവനേ, ഒരു പിറവി It was hard for him. റീസെന്റ് ആണ് ചെയ്തത്. അപ്പൊ അച്ഛൻ എന്തായിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നു? അച്ഛൻ കോസ്റ്റ് ഗാർഡിൽ PA ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നേ. ഇറ്റ് വാസ് എ നൈസ് പ്രൊഫഷൻ, ബട്ട് സ്റ്റിൽ അമ്മ ക്ലാസിക്കൽ ഡാൻസ് ടീച്ചർ. ഇപ്പൊ പഠിപ്പിക്കുന്നു? ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ട്. ചേട്ടനുണ്ട്. അന്നാള് പറഞ്ഞിരുന്നു ഫിറ്റ്നസ് ട്രെയിനറാണ്. അങ്ങനെ നമ്മൾ 4 പേരെ കൂടിയിട്ടുള്ളൊരു കുഞ്ഞ ഫാമിലി.
ഇത്രയും ഇത് അറിയാവുന്നതുകൊണ്ട് എത്ര വയസ്സ് മുതലാണ് മോക്ക് അത് റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങി അച്ഛൻ്റെ ഈ ഒരു ഞാൻ ജനിച്ചപ്പോ തൊട്ടേ അച്ഛൻ കൂടിയുണ്ട്. മോൾക്ക് വേദനിക്കുന്ന രീതിയിൽ അത് എഫക്ട് ചെയ്യാൻ തുടങ്ങിയത് ഏത് പ്രായത്തിലാണ്? ഒരു 5ാം ക്ലാസ്സൊക്കെ തൊട്ട്. അമ്മേനൊക്കെ ഉപദ്രവിക്കായിരുന്നു. ബട്ട് ഐ വോണ്ട് സേ ദാറ്റ് അത് അച്ഛനായിരുന്നു എന്ന്. ആൽക്കഹോൾ ആണ് ഉപദ്രവിച്ചിരുന്നത്. സോ ഐ വുഡ് ലവ് ടു സേ ഇൻ ദാറ്റ് വേ. അപ്പൊ അച്ഛൻ അത് റിയലൈസ് ചെയ്യുന്ന ഒരു സമയം പിന്നീട് വന്നു അല്ലേ? പ്രാണനല്ലേ എൻ ഹൃദയത്തിൽ നീ പോയില്ലേ, ഈ രാവ് മുഴുവൻ തേടിയലഞ്ഞില്ലേ, ഞാനലഞ്ഞില്ലേ കൺമണിയായി. ജിതേഷ്, താങ്ക് യു സോ മച്ച് ഫോർ ബീങ് സച്ച് എ ഗുഡ് സപ്പോർട്ട് ടു ഹർ. കാരണം ഇന്നത്തെ ഈ പ്രൊട്ടാഗണിസ്റ്റ് കഥ ജിതേഷാണ് ആ വേഷം എടുത്തത്. അതും ഒരു ചെറിയ കാര്യമേ അല്ല. എന്താ പാടാടാ എന്തെങ്കിലും? ഹൗ വാസ് ഇറ്റ്? അവളെ കടന്നുപോയ ഒരു കുറേ മൊമെൻറ്റ്സ് ഇല്ലേ, അപ്പോൾ എനിക്ക് ഞാനത് ഇപ്പോൾ കഴിഞ്ഞ അവളെ ഉപദ്രവിക്കുന്നതൊക്കെ ആണെങ്കിൽ പോലും എനിക്ക് അവളെ കടന്നു പോയത് എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ അവളത് ആ ഒരു ഏജിൽ അവൾ അനുഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ ഒരു ആക്ട് പ്രസന്റ് ചെയ്യുന്നത്. സോ നീലമാലാകെ നിൻ മൗനമുള്ളാകെ ഒരു തുലാമഴയായി ചാറുന്നു പെയ്തു തീര. എന്തോ പറയാ, ഞാനത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. കാരണം നീ ഓക്കെ ആണോ, ഞാൻ ഇങ്ങനെ ചെയ്തിട്ടാണെങ്കിലോ എനിക്ക് ഫീൽ ചെയ്യുന്നു അയ്യോ വീണ്ടും ട്രിഗർ ആവോ, അവളെ ഇത് നോക്കണമല്ലോ നമ്മളെപ്പോഴും. ഏറ്റവും അടുത്ത് ആ കഥ കേട്ടിട്ടുണ്ട്. പറഞ്ഞപ്പോ തൊട്ട് ഞാനതെങ്ങനെ പ്രസന്റ് ചെയ്യും എന്നുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. കാരണം ഇടയ്ക്കിടയ്ക്ക് ഗോപിക എന്നെ സ്റ്റക്കാവാറുണ്ട് ഭയങ്കരമായിട്ട്. ഞാൻ ഓക്കെയാണ് ചെയ്യാം. അപ്പോൾ അതിലൂടെ പോകാൻ കുറച്ച് പാടായിരുന്നു. ഞാൻ പക്ഷിയായ ഹൃദയമേ നിർത്തിടാതെ പായണേ, ദിക്കുകൾ കവിഞ്ഞു പാറണേ. പ്രയാഗ, തുടർച്ചയായിട്ടും ഞാൻ പ്രയാഗനെ നോക്കുന്നുണ്ടായിരുന്നു. യു കുഡന്റ് ടേക്ക് ഇറ്റ്. ഐ നോ യു ഹാവ് സോ മച്ച് ടു സേ. എന്നെങ്കിലും അവളിലെത്തുമോ. Still gathering the strength to speak. Gopika, I'm so sorry for your loss, and I just pray that you gain all the strength. Your family also gain the strength to face the loss. I'm actually very speechless. ഞാൻ ഇങ്ങനെ കുറച്ച് ഡിസ്പ്ലേസ്ഡ് ആണ്. ബട്ട് യാ, ഇത് പെർഫോമൻസ് ആയതുകൊണ്ട് പറഞ്ഞല്ലേ പറ്റുള്ളൂ. പക്ഷെ എനിക്കിവിടെ എടുത്തു പറയാൻ തോന്നുന്നൊരു കാര്യം, അഗൈൻ ഗോപികയുടെ എന്താ പറയുക, ഒരു ഭയങ്കരമായിട്ടുള്ള പവർഫുൾ മെസ്സേജ് കൂടിയാണ് ഈ സ്റ്റേജിലൂടെ ഒരുപാട് ഫാമിലീസിലേക്ക് കൊടുത്തത്. ഈ ഒരു പെർഫോമൻസ് കണ്ട് ഏതെങ്കിലും ഒരു അച്ഛന് തൻ്റെ ആൽക്കഹോളിസം മാറ്റണമെന്ന് തോന്നിയാലോ എന്നുള്ളൊരു സംഭവം ഇന്ന് ഗോപിക ഈ ഫ്ലവേഴ്സിൻ്റെ ഡാൻസ് ധമാക്ക എന്ന് പറഞ്ഞ സ്റ്റേജിലൂടെ പാസ് ഓൺ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എനിക്ക് തോന്നുന്നു മോള് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യമാണ്. അത് നമ്മുടെ സത്യമാണ്. നമുക്ക് എപ്പോഴും നമുക്ക് ഏത് പ്ലാറ്റ്ഫോമിലും നമുക്ക് എടുത്തു വെക്കാൻ പറ്റുന്ന കാര്യം. അതിനെ വെല്ലാനായിട്ട് ജീവിതത്തിൽ വേറൊന്നുമില്ല. ആൻഡ് എനിക്ക് ജിതേഷിൻ്റെ അടുത്ത് പറയാനുള്ളത്,
ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു ഗോപികേനെ. ഈ പെർഫോമൻസിൽ ഈ സ്റ്റേജിൽ എനിക്ക് ഗോപികയുടെ അച്ഛനെ കൂടെ, ആ അച്ഛൻ്റെ സാന്നിധ്യം കൂടെ അറിയാൻ സാധിച്ചു. തമ്മിൽ തമ്മിൽ അലിയും സ്വപ്നം കാണാം തങ്ങളിൽ ഹൃദയം നിറയും. എന്താ പറയുക, ഇതിനെങ്ങനെ മാർക്കിടണം എന്ന് എനിക്കറിയില്ല. ഞാൻ ശ്രമിക്കാം. ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. പ്ലീസ്. താങ്ക് യു മാം. വിനീതേട്ടാ, ഇതൊരു വല്ലാത്ത റൗണ്ടായി പോയി. കാരണം ഞാൻ ഇങ്ങനെ ഈ ക്യാമറയുടെ മുമ്പിൽ നമ്മൾ ഈ കണ്ണ് നിറയാതിരിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു ഞാൻ. പക്ഷേ ഇത് ഒരു പെർഫോമൻസിനുള്ളതിനേക്കാൾ ഗോപികയുടെ സങ്കടത്തിൽ, നഷ്ടത്തിൽ, കണ്ടോളൻസസ്. പെർഫോമൻസ് എന്നുള്ള രീതിയിൽ ജഡ്ജ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ പറഞ്ഞില്ലേ, ആ ഇമോഷൻ്റെ കൂടെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തുള്ള ജഡ്ജ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ് ഇത്തരം പെർഫോമൻസ്. പിന്നെ ഇതിനകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഗോപിയെ ഇഷ്ടപ്പെടുന്നതും അഭിനന്ദിക്കുന്നതും ഈ ഒരു ടോപ്പിക്ക് നമുക്കിവിടെ പെർഫോം ചെയ്യാം എന്ന് പറയുന്നതിൽ കാണിച്ച ആ ഒരു ഗട്ട്സിനാണ്. പിന്നെ ജിതേഷ്, ആക്ച്വലി ഇത് നമ്മൾ ഒരു പെർഫോമൻസായിട്ട് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ഡാൻസ് വേണം, അതോടൊപ്പം തന്നെ അതിൻ്റെ ഇമോഷൻ വേണം. അപ്പോൾ ഇതെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ കറക്റ്റ് മൊമെൻറ്റ്സിൽ നമ്മൾ ആ സ്റ്റെപ്പിലേക്ക് എത്തണം. അത് നിങ്ങൾ രണ്ടുപേരും വളരെ രസകരമായിട്ട് ചെയ്തു. ഞാൻ എപ്പോഴൊക്കെയോ നമ്മൾ ഇമോഷണലി ലോക്ക്ഡായി പോകുമ്പോഴും ഞാൻ പേടിച്ചത് അതായിരുന്നു. കാരണം നിങ്ങളെപ്പോഴെങ്കിലും അങ്ങനെ ടോട്ടലി ലോസ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ടൈമിങ്ങിലേക്ക്, സ്റ്റെപ്പിലേക്ക് എത്താൻ പറ്റാതെ പോകും. പക്ഷെ അതുണ്ടായില്ല. രണ്ടുപേരും നന്നായിട്ട് പെർഫോം ചെയ്തു. അതിൽ കൂടുതൽ എന്തെങ്കിലും പറയാൻ എനിക്ക് ഈ പെർഫോമൻസിനെ കുറിച്ച് പറയാനില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഇങ്ങനൊരു റൗണ്ട് എന്ന് പറയുമ്പോൾ എനിക്കറിയില്ല ഈ റൗണ്ടിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത്. പക്ഷെ അത് എനിക്ക് സത്യത്തിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. എനിക്കറിയില്ല, നമ്മൾ ഈ പറയുന്ന പോലെ ക്യാമറയുടെ മുമ്പിൽ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് കുറേ ട്രൈ ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റിൽ താങ്ക് യു മാസ്റ്റർ. ജോബിൻ മാസ്റ്റർ, മണ്ണിളം കൂപ്പിൽ ശില്പാജി, ഞാനും ഈ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഒരു ഹാങ് ഓവർ എന്ന് പറയാമല്ലോ, ആ ഒരു മോളുടെ വിഷമത്തിൽ പങ്കുചേരുന്നു. പക്ഷെ എന്താ പറയാതെ ലൈഫ് സ്റ്റോറി എന്ന് പറയുന്നതിൻ്റെ ഈ റൗണ്ടിൻ്റെ എന്താണോ കാണിക്കേണ്ടത് ആ കുട്ടി കാണിച്ചു തന്നു. അതെന്താണെന്നല്ല, ആ മോളുടെ വിഷമം എന്താണെന്നും ലൈഫിൽ എന്താ കുട്ടി അനുഭവിച്ചതെന്നും ആ കുട്ടി എങ്ങനെ തിരിച്ചു വന്നു ഈ ലൈഫിലേക്ക് ഒരു പെൺകുട്ടി, ഒരു ഗേൾ അവളുടെ ശക്തി കാണിച്ച് തിരിച്ചെത്തി എന്നുള്ളത് മോൾ കാണിച്ചു തന്ന ആ ഒരു ഡാൻസിലൂടെ എല്ലാവർക്കും മനസ്സിലായി. ഈ വിനീത്ജിയും നമ്മുടെ പ്രയാഗയൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരാളെങ്കിലും ഇതിൽ നിന്ന് നിങ്ങളിൽ നിന്ന് ഒരു കാര്യത്തിൽ നിന്ന് പിന്മാറുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. മോളുടെ ലൈഫ് സ്റ്റോറി കാണിച്ചു തന്നത് എല്ലാ ഈ ലോക ജനതയോടാണ് മോൾ കാണിച്ചു തന്നെ. ആൻഡ് എനിക്കത് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും ഞാൻ ഈ ഗ്ലാസ് വെച്ച് ഞാനും കരഞ്ഞു. പെർഫോമൻസ് വൈസ് ഞാൻ ആസ് എ കൊറിയോഗ്രാഫർ എനിക്ക് പെർഫോമൻസ് നോക്കുന്ന 1% പോലും പെർഫോമൻസിൽ ഒരു കുറവ് നിങ്ങൾ കാണിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പറയാറ്. നിങ്ങളോട് ഒരു ക്ലാപ്പ് ചെയ്തേ പറ്റൂ. ബിക്കോസ് ഇതിന്റെ സോങ് സെലക്ട് ചെയ്യുക ഒരു ലൈഫ് ഇതുപോലത്തെ ഒരു ടഫ് റൗണ്ട് നമ്മുടെ ഡയറക്ടർ തന്നപ്പോൾ ഞാനും ആലോചിച്ചു, ഇത് എങ്ങനെ നിങ്ങൾ ക്യാരി ചെയ്യൂ, ഇതിനെ എങ്ങനെ നിങ്ങൾ ഡിഫിക്കൽട്ടായിട്ട് ഈ സോങ്ങിന്. അത് ഒരു ആസ് എ കൊറിയോഗ്രാഫർ എനിക്കറിയാം, ഒരു സോങ് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെ നമുക്ക് അതൊരു ലൈഫ് സ്റ്റോറി, നിങ്ങളൊരു ജീവിതത്തിൽ നടന്ന ഒരു 20 വർഷത്തെ കാര്യം നിങ്ങൾ വിത്തിൻ 3 മിനിറ്റ്സിൽ നമുക്ക് കാണിച്ചു തന്നല്ലേ. സോ ഗ്രേറ്റ് മോളെ. അത് ഭയങ്കരമായിട്ട് നമ്മളെ ഇമോഷണലി നമ്മുടെ ഹാർട്ടിലേക്ക് എടുത്തുക ഉള്ള ആ പെർഫോമൻസ്. ജിതേഷിനെ പറയാതിരിക്കാൻ കഴിയില്ല മോനെ, ഒരു പിടി മുമ്പിലായിരുന്നു നിൻ്റെ പെർഫോമൻസ്.
ഒരു പിടി മുന്നിലായിരുന്നു. നിന്റെ ട്രാൻസിഷൻ എന്തായിരുന്നു അത്? നീ നിന്റെ കാര്യം നോക്ക്. വേഗങ്ങൾ തേടാമീ പടവെല്ലമേറാ. നീ അച്ഛനായിട്ട് നല്ല സ്നേഹത്തോടെ ആ കുട്ടീനെ താലോലിക്കുന്നു, എടുത്തു വെക്കുന്നു. പെട്ടെന്ന് നീ മാറി നിന്റെ ദേഷ്യം ആഗ്രഹം അതിൻ്റെ അകത്ത് കാണിക്കുന്നു. പെട്ടെന്ന് നീ അതിൻ്റെ അകത്ത് മാറുന്നു. യു ആർ എ ഗുഡ് ആക്ടർ. യു ആർ എ ഗുഡ് ആക്ടർ. എന്നെ പഠിപ്പിക്കാൻ നീ വരണ്ട. എനിക്കറിയാം എങ്ങനെ ജീവിക്കണോന്ന്. കാറ്റാൽ തൊടുന്ന നേരം എങ്ങോമേയും പാട്ടായി പറന്നു. തെന്നൽ ചാഞ്ഞ കൊമ്പിൽ താളം പകർന്ന പൂവേ നിന്നെ ചുറ്റും വണ്ടായി പറന്നു. എനിക്ക് സിനിമയിലും കൂടെ കിട്ടും. അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു എൻ്റെ ആക്ടിങ് ടു കേട്ടോ. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മുടെ നെഞ്ചിലേക്ക് നിങ്ങളുടെ ഈ പെർഫോമൻസ് എടുത്തിരിക്കുക. ഇതിന് അതേ പറഞ്ഞ കൊറിയോഗ്രഫിയും അതേപോലെ തന്നെ കൊറിയോഗ്രഫി ബ്യൂട്ടിഫുള്ളി യു ഡൺ. ബ്യൂട്ടിഫുള്ളി ഡൺ. ഈ ലിറിക്കൽ ഇപ്പോൾ പോലെ ചെയ്ത ഓരോ ചെറിയ അച്ഛൻ്റെ പാട്ടിൽ തന്നെ നിങ്ങൾ ചെയ്തിരിക്കുന്ന കൊറിയോ ഹാറ്റ്സ് ഓഫ് കേട്ടോ. പറയാതിരിക്കാൻ കഴിയില്ല. വിഷമത്തോടെയാണെങ്കിലും നിങ്ങളുടെ കൊറിയോഗ്രഫിയും അതിനോട് ബ്ലണ്ട് ചെയ്ത് നിങ്ങൾ ചെയ്യുന്നുള്ളത് താങ്ക് യു സോ മച്ച്. ഒരു പെർഫോമൻസ് ആണ്. അപ്പോൾ ആസ് മെന്റർ അപ്പു, ഒരു കാര്യമാണ് ഗോപിക ഇടക്കിടക്ക് പറഞ്ഞത്, അച്ഛനെ മോശമായിട്ട് ചിത്രീകരിക്കരുത്. നമുക്ക് എപ്പോഴും, കാരണം എൻ്റെ അച്ഛൻ നല്ലൊരാളായിരുന്നു. എനിക്ക് ഈ വിഷയമാണ് സംസാരിക്കേണ്ടത്. ഈ ആൽക്കഹോളിസം എത്രത്തോളം ഒരു ലൈഫിനെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിനെ ഒരുപാട് പേരെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള വിഷയത്തിലോട്ടായിരിക്കണം ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതാണ് ആകെ ഗോപിക നമ്മളോട് എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം. അല്ല, അതിനകത്ത് ഇതാണ് അപ്പോൾ അതിനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു വ്യക്തിയുടെ വ്യക്തിത്വം രൂപീകരിക്കുന്നത് അവരുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ കുട്ടികളെ ഉണ്ടാക്കുക, ജനിപ്പിക്കുക എന്നുള്ളതിനപ്പുറത്ത് അതിനകത്ത് കാണിക്കേണ്ട ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. കാരണം നമ്മളൊരു സൊസൈറ്റിയിലേക്ക് ഒരാളെ ഉണ്ടാക്കി വിടുകയാണ്. അപ്പോൾ ആ ക്യാരക്ടറിനെ രൂപീകരിക്കുന്നതിലും അതാണ് പാരൻറ്റിങ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നമ്മൾ പല ഫാമിലി അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അത് ശരിക്കും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാനും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാനും ഈ പെർഫോമൻസ് കാരണമായി എന്നുള്ളതും, അതിൽ ഗോപിക ഇത്തരം ഒരു വിഷയവുമായിട്ട് വന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇറ്റ്സ് ഗ്രേറ്റ്. അപ്പോൾ നമുക്ക് എന്തായാലും ഗോപികനെ കുറിച്ച് സംസാരിച്ച സ്ഥിതിക്ക് നമുക്ക് ആദ്യം ഗോപികയുടെ ഇൻഡിവിജ്വൽ മാർക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താലോ? പ്രയാഗ. Gopika, I think the most powerful thing that an artist can do is to connect with fellow human beings. And I think with this performance, your emotions, ഇത് വളരെയധികം ശക്തമായിട്ട് തന്നെ ഞങ്ങളെല്ലാവരും കണക്ട് ചെയ്യിപ്പിച്ചു. അതിൻ്റെ ഒരു ഇതായിട്ടാണ് ഞങ്ങൾ സ്പീച്ച്ലെസ് ആയത്. ഡെഫിനറ്റ്ലി ഫോർ ദാറ്റ് 9 on 10. 9 out of 10 for ഗോപിക. ജിതേഷിന്റെ ഇൻഡിവിജ്വൽ സ്കോർ. ഇതുപോലെ തന്നെ ഈ മോളുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് അത്രയും സ്ട്രോങ് ആയ ഒരു ക്യാരക്ടർ അവ ക്യാരി ചെയ്ത ജിതേഷിനും ഓഫ് കോഴ്സ് 9 മാർക്സ് തന്നെ കൊടുത്തേ പറ്റൂ. വിനീതേട്ടാ, ഇനി ആസ് എ ടീം ധമാക്കയെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ഗോപിക ആൻഡ് ജിതേഷിന്റെ ടോട്ടൽ സ്കോർ. ആസ് എ ടീം മാർക്ക് പറയുന്നതിന് മുമ്പായിട്ട് ഈ പെർഫോമൻസിനകത്ത് നമ്മൾ ഈ ആൽക്കഹോളിൻ്റെ കാര്യം മാത്രമല്ല, ഇതിനകത്ത് ആക്ച്വലി സൂയിസൈഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരുപക്ഷെ ഗോപികയുടെ അച്ഛൻ ഇത് നമ്മുടെയൊക്കെ സങ്കല്പത്തിൽ പറയുന്ന പോലെ മോളിൽ നിന്ന് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യരുതായിരുന്നു എന്ന് ചിന്തിക്കണം. കാരണം സൂയിസൈഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആക്ച്വലി അത് ചെയ്യുന്ന ഒരു എസ്കേപ്പിസമാണ്. നമുക്ക് ലൈഫിൽ മുമ്പോട്ട് പോകാനുള്ള ധൈര്യമില്ലാതെ വരുമ്പോൾ അല്ലെങ്കിൽ അത് തെറ്റാണ്, അല്ലെങ്കിൽ അത് ചെയ്യുന്നതിലൂടെ ശരിക്കും അയാൾ രക്ഷപ്പെട്ടു പോവുകയാണെങ്കിലും അതിൻ്റെ പെയിനും ബാക്കിയുള്ളതൊക്കെ അനുഭവിക്കുന്ന കുടുംബവും ബാക്കിയുള്ള ആളുകളാണ്, അവരെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അപ്പോൾ സോ അങ്ങനെ നോക്കുമ്പോൾ ഈ പെർഫോമൻസിൻ്റെ മെസ്സേജ് എന്ന് പറയുന്നത് എല്ലാത്തിനും മേലെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഐ വിൽ ഗിവ് യു 10 out of 10. സോ ദാറ്റ് മേക്സ് ഇറ്റ്, ഈ ഒരു തീം ആയതുകൊണ്ടാണ് ഇതങ്ങ് ആഘോഷിച്ച് പറയാൻ പറ്റാത്തത്. പക്ഷേ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റിരുന്ന് ദ ഫസ്റ്റ് 10 out of 10 ഒരു കൈയടി കൊടുത്താലോ? എവ്രിവൺ, ദ ഹോൾ ഫ്ലവേഴ്സ് TV ക്രൂ, ഡാൻസ് ധമാക്ക ക്രൂ, ഇവിടെയുള്ള എല്ലാവരും ഗോപികയ്ക്കും ജിതേഷിനും
ഈ ഒരു ഫാന്റാസ്റ്റിക് പെർഫോമൻസ് ഫോർ ലൈവ് സ്റ്റോറി തന്നതില് 10-ൽ 10 മാർക്ക്. The first 10 out of 10 on Dance Dhamaka. Thank you for everything. ഇനി അടുത്തത് എന്താ? ബെഞ്ച് മാർക്കായി. ഇനി അങ്ങോട്ടാണ് പ്രശ്നം. എന്ത് ചെയ്യും, എങ്ങനെ കൊണ്ടുവരും? ഒരുപാട് നന്ദി വൺസ് അഗൈൻ. ഇനി അവിടെ ഇരുന്നുകൊണ്ട് ആസ്വദിച്ചു. താങ്ക് യു ജിതേഷ്, താങ്ക് യു ഗോപിക. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത കൊണ്ട് നമ്മുടെ ഡാൻസ് ധമാക്കയുടെ വേദിയിൽ ഇപ്പോൾ ഒരു സ്പെഷ്യൽ പെർഫോമൻസ് നമ്മൾ കാണാൻ പോവുകയാണ്. നമ്മുടെ രാജ്യത്തിന് നൽകാവുന്ന ട്രിബ്യൂട്ട് നിരവധിയുണ്ട്. പക്ഷേ ഈ ഡാൻസ് ഷോ എന്ന നിലയിൽ വാട്ട് വി കൻ ഡു ഫോർ ദം ഇസ് ബ്രിങ് സംതിങ് യുണീക്ക്. നല്ലൊരു സ്പെഷ്യൽ പെർഫോമൻസിനുമായി പ്ലീസ് വെൽക്കം ദം. ഒരു വലിയ കൈയടിയോടെ.
ഒരു സ്പെഷ്യൽ ഒക്കേഷൻ നമ്മൾ ആഘോഷിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഷോ നമ്മൾ തുടങ്ങിയപ്പം എവിടെ നിന്നാണ് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഈ ഒരു സ്പെഷ്യൽ ഡേക്ക് കൊണ്ടുവരേണ്ടതെന്ന് ആലോചിക്കുമ്പം നിസ്സംശയം നമ്മുടെ മനസ്സിൽ ഓടിയെത്തിയ പേരാണ് ആ നടുവിൽ നിൽക്കുന്ന വൈഷ്ണവി. വൈഷ്ണവിനെ കുറിച്ച് അറിയാത്തവരോട് ഞാൻ പറയാം, വൈഷ്ണവിനെ എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ നോബി ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, തുടങ്ങണതിന് മുമ്പേ വൈഷ്ണവി വെറുതെ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നോബി ചേട്ടാ ആ കുട്ടിയുടെ അടുത്ത് കണ്ണ് മാറ്റരുത്, കുറച്ചും എനിക്ക് നിങ്ങളുടെ എക്സ്പ്രഷൻ ഒന്ന് കാണണമെന്ന്. 2 സെക്കൻഡിനുള്ളിൽ നോബി ചേട്ടൻ അവിടെ ഫ്രീസായി നിൽക്കുകയാണ്. ഈ വൈഷ്ണവി എന്ന് പറയുന്നത് യോഗ നമ്മളെല്ലാവരും ചെയ്യും. യോഗ എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ ഡാൻസിൻ്റെ രൂപത്തിലോട്ട് മാറ്റി ഒരു യോഗ ഡാൻസ് എന്ന ഫോം തന്നെ ക്രിയേറ്റ് ചെയ്യണം എന്ന മിഷനോടെ ഡാൻസിന് വേണ്ടി ചെറുപ്പം മുതൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പ്ലസ് she has 6 Guinness World Records. വൈഷ്ണവി എന്ന് ഞാൻ വിളിക്കുമെങ്കിലും പൊതുവെ വൈഷ്ണവിക്ക് ഇന്ത്യാസ് റബ്ബർ ബാൻഡ് ഗേൾ എന്നാ പറയാ. കാരണം റബ്ബർ ബാൻഡ് വലിയുന്ന പോലെയാണ് വലിയ. നോബിച്ചേട്ടനോട് പറഞ്ഞു, നോബിച്ചേട്ടാ എല്ലാം ഇതൊന്നുമില്ല, എവിടെന്നാ വളഞ്ഞു നിൽക്കാന്നൊന്നും പറയാൻ പറ്റൂല എന്ന് പറഞ്ഞതും വൈഷ്ണവിയുടെ തല ഒരു സ്ഥലത്ത് കാല് വേറൊരു സ്ഥലത്ത്. എന്താ പറയല നിങ്ങൾ? ഞാനേ അതിശയിച്ചു പോയിന്ന്. 100 വർഷം പ്രാക്ടീസ് ചെയ്ത പോലും നമ്മളെ കൊണ്ട് പറ്റൂല. എന്നെ കൊണ്ട് പറ്റൂല. എല്ലാരും അതിശയിച്ചാണ് ഈ പെർഫോമൻസ് കണ്ടത്. അത് 6 ഗിന്നസ് റെക്കോർഡ്. അത് ഭയങ്കരമായിട്ട്. മോളെ നാട് എവിടെയാണ്? കോയമ്പത്തൂരാണ്. കോയമ്പത്തൂർ. ഈ 6 ഗിന്നസ് റെക്കോർഡ് കിട്ടിയപ്പോൾ ഞാൻ അഭിമാനിച്ചു. നമ്മുടെ കേരളത്തിന് 6 കിട്ടി നമ്മൾ അറിഞ്ഞില്ലല്ലോ. അപ്പാണ് കോയമ്പത്തൂർ. സാരമല്ല പോട്ട്. ഈ ഡാൻസ് പഠിപ്പിച്ചാരാണ്? രാജേഷ് മാസ്റ്റർ. മലയാളിയാണോ? അതെ, നമ്മുടെ കൊല്ലത്തരാഴ്ച. നമ്മുടെ ശിവ ഡാൻസ് വേൾഡിലെ രാജേഷ് ചേട്ടന്റെ സ്റ്റുഡൻസ് ആണ്, രാജേഷ് ചേട്ടന്റെ കോറിയോഗ്രാഫിയാണ്. എടാ വൈഷ്ണവി, ഒരു കാര്യം കൂടി പറയണം. ഈ 6 ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്ന് പറയുമ്പോൾ 6 ഏതൊക്കെ വിഷയത്തിലാണ് നിങ്ങൾക്ക് അറിയണ്ടേ? മോളെ പറ അങ്ങോട്ട്, ഏതിനൊക്കെയാണ് കിട്ടിയതെന്ന്. ഫസ്റ്റ് 6x ഉണ്ടാവും. 6 മുട്ടകൾ. പച്ച. ഞാൻ കോൺട്രോഷൻ ചിൻ സ്റ്റാൻഡ് ചെയ്തിട്ട്, അതായത് ഇതില്ലേ നമ്മുടെ ഈ ഭാഗം വെച്ചിട്ട് ചിൻ സ്റ്റാൻഡ്, അതായത് തലകുത്തി നിന്ന് കാല് മേലെ കൂടെ വന്നിട്ട് ആ മുട്ടയുടെ അവിടെ നിൽക്കും. പിന്നെ ഐ യൂസ് മൈ 2 legs and ലിഫ്റ്റ് ചെയ്തിട്ട് എഗിന്റെ കപ്പിനകത്ത്. നിങ്ങൾക്ക് കൈ കൊണ്ട് ഒരു മുട്ട പൊട്ടിക്കാതെ അപ്പുറത്തോട്ട് ഇടാൻ പറ്റോ? ഇല്ലല്ലോ. പുഴുങ്ങിയ മുട്ടയാണെങ്കിൽ നിനക്ക് പറ്റുമോ? നിനക്ക് പക്ഷെ അവന് വേണം ഇച്ചിരി സവാള കൂടെ ഇടണമെന്നേ ഉള്ളു. ചെയ്യാറുണ്ട്. 1 സൈഡ് മതിയാടാ. അപ്പൊ കാലുകൊണ്ട് ഓരോ മുട്ട എടുത്ത് മാറ്റുന്ന ഒരു സംഭവം. നെക്സ്റ്റ് ചിൻ സ്റ്റാൻഡ്, സെയിം ചിൻ സ്റ്റാൻഡ്. അത് ഞാൻ 26 minutes ഹോൾഡ് ചെയ്ത് ഗിന്നസ് കിട്ടി. ചിൻ സ്റ്റാൻഡിൽ 26 മിനിറ്റ് ആ പൊസിഷൻ മാറാതെ ഹോൾഡ് ചെയ്തതിനാണ് 2ാമത്തെ റെക്കോർഡ്. ഇനി പിന്നെ 3ാമത്തെ ചക്രാസനം പറയും, വീൽ പോസ്. ഓക്കെ, അതിന് ബലൂൺസ് വെച്ച് ഉടയ്പ്പ്. ബലൂൺസ് വെച്ച് വി പോസ് വെച്ചിട്ട് ഓരോ ബലൂണും ഇങ്ങനെ ചക്രാസന വീൽ പോസ്. ഒന്ന് കാണിച്ചാ കാണിക്കും. ഇങ്ങനെ വെച്ച് ബലൂൺസ് അവിടെ വെച്ചിട്ട് ഇങ്ങനെ ഉടയ്ക്കും. നെക്സ്റ്റ് കാര്യം എന്തായിരുന്നു? നെക്സ്റ്റ് സെയിം വീൽ പോസ്. അത് ഞാൻ 16 minutes ചെയ്തു ഗിന്നസ് മേടിച്ചത്. സെയിം റെക്കോർഡ് ഞാൻ എന്നെ തന്നെ ബീറ്റ് ചെയ്ത് അഗൈൻ ആ സെയിം സ്വന്തം റെക്കോർഡ് ബീറ്റ് ചെയ്തുകൊണ്ട് അടുത്ത റെക്കോർഡും വൈഷ്ണവി എടുത്തതാണ്. 6ാമത്തെ റെക്കോർഡ്. വേറെ ഏത് രാജ്യക്കാരൊക്കെ ഉണ്ടായിരുന്നല്ലേ? ഫസ്റ്റ് റെക്കോർഡ് ചൈന ബീറ്റ് ചെയ്തു, ഞാൻ ചെയ്തു. ചൈനനെ ബീറ്റ് ചെയ്തു. മാക്സിമം പീപ്പിൾ ചൈന അങ്ങനെയാ. എടാ ജിഷ്ണു, നിനക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് നിനക്ക് പറ്റിയില്ലെങ്കിൽ അപ്പു വെല്ലുവിളിച്ചോണ്ട് വരും. അത് വേറെ. ജിഷ്ണു എല്ലാം ചെയ്യാന്ന് പറയണ്ടായിരുന്നു. എല്ലാം ചെയ്യും. മുട്ട പൊട്ടിക്കണല്ലേ? ഇങ്ങനല്ല, എന്താണ് കാല് വെച്ചിട്ട് ചിൻ സ്റ്റാൻഡ് ചെയ്തിട്ട് കാലുകൊണ്ട് എടുത്ത് മാറ്റി വെക്കണം. ഇപ്പൊ പഴയ കഴിവില്ലാത്തോണ്ട്. പഴയ കഴിവില്ലെന്നോ? ഉള്ള കഴിവുണ്ടോ നീ ഒന്ന് കാണിച്ചു തരാമോ? ബലൂൺ പൊട്ടിച്ച പോരെ? ബലൂൺ പൊട്ടിച്ചാൽ കൈ യൂസ് ചെയ്യാതെ കൈ യൂസ് ചെയ്യാതെ നീ ആ ബലൂൺ അങ്ങ് പൊട്ടിക്ക്. ആക്ച്വലി ജിഷ്ണു അവിടെ വന്ന് എന്താ ചെയ്യാൻ പോകുന്നതെന്നറിയോ? നിങ്ങൾ നോക്കിക്കോ, ജിഷ്ണു അവിടെ നിന്ന് നോക്കി പൊട്ടിക്കും. മുട്ട റെഡിയാണ്. നിങ്ങക്ക് മുട്ട വേണോ ബലൂൺ മതിയോ? ജിഷ്ണുവേ,
അടുത്തൊരു റെക്കോർഡ് ബ്രേക്ക് ചെയ്യാനുള്ള സമയം നിനക്ക്. ഞാൻ അവിടെ സുഖമായിട്ട് വെറുതെ ഇരിക്കായിരുന്നു. എന്നെ പിടിച്ചിട്ട് മുട്ട പൊട്ടി കിടക്കാൻ എന്തിനാ പിടിച്ച്? അല്ല ചെയ്യ്, നിനക്ക് ആവുന്ന രീതിയിൽ കൈ കൊണ്ടല്ലാണ്ട് ആ കൈ കൊണ്ട് തലകൊണ്ട് പൊട്ടിക്കാൻ പറ്റില്ല അല്ലേ? ഇല്ല, കൈ ഒരു റെക്കോർഡ് ഞാൻ തരും ഇപ്പം. ഓക്കെ, ഞാൻ വെച്ച അനുഗ്രഹം വാങ്ങിക്കാൻ പറ്റും. അതെങ്കിൽ അത് നടക്കോ നോക്കട്ടെ. കൈ വിടണം. ഞാൻ പിടിച്ചുതരാം. ഒന്നും കൂടി മുക്കല്ല നീ ഇങ്ങനെ കിടന്നുണ്ട്. നമ്മൾ പിള്ളേർക്ക് വേണട്ടോ നിന്നെ. ജിഷ്ണു, come on, you can. അങ്ങനെ പൊട്ടിയത്. ജിഷ്ണു, നോക്ക്, ബലൂണ് മാത്രമേ പൊട്ടിയുള്ളൂ അല്ലേ? എന്തോ ചോദിക്കുന്നു. അന്ന് നമ്മുടെ ബലൂൺ മാത്രമല്ലേ പൊട്ടിയത്? ബലൂൺ മാത്രം പൊട്ടി. ബലൂൺ മാത്രല്ലേ? അതെ, ഞാൻ ഫുൾ ചെക്ക് ചെയ്തിട്ടാണ് ബലൂണൊക്കെ പൊട്ടിച്ചു. സന്തോഷമായില്ലേ എല്ലാവർക്കും? ഞാൻ പൊക്കോട്ടെ. മുട്ടയുണ്ട്, റെഡിയാണോ മുട്ട? ഒരു 4-6 ഉണ്ട്. വേണ്ട, മുട്ട വേണ്ട. മുട്ടയും പൊട്ടിക്കണോ? അയ്യോ, മുട്ട കൊണ്ടുവന്നേക്കണ്. വേണ്ട, ഇതന്നെ പൊട്ടിക്കാൻ ഞാൻ എത്ര പാടുപെട്ടു. അവൻക്കറിയാണ്, ആക്ച്വലി അവൻക്കറിയാണ്. നിങ്ങൾ അതൊന്നും കേൾക്കണില്ല, എനിക്ക് ഇവിടെ വരെ കേൾക്കാം. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് വൈഷ്ണവീനെ കൊണ്ട് ആ മുട്ടേന്റെ ആ ടാസ്ക് ഒന്ന് ചെയ്യിപ്പിച്ചാലോ? വാട്ട് യു സേ? അത് നമ്മുടെ ജിഷ്ണുവിനെ കൊണ്ട് പറ്റുമോ നമുക്ക് നോക്കാം. മോട്ടിവേഷൻ ആവും. ആ മുട്ട എങ്ങോട്ട് എടുത്തോ ചേട്ടാ? അല്ല, കണ്ണാടി ഇട്ട ആൾക്കും ആവാം കേട്ടോ മുട്ടയൊക്കെ പൊട്ടിക്കല്. കണ്ണാടി ഇട്ട ആളോ? അതെ, ജിഷ്ണുവിന്റെ കൂടെയുള്ള ഒരു ഒന്ന് വന്നേ. എനിക്ക് അങ്ങനത്തെ കഴിവുകളൊന്നുമില്ല, ഡാൻസ് കളിക്കാൻ മാത്രം അറിയില്ല. അപ്പൊ നമ്മുടെ 2 മെന്റർമാർക്ക് ഒരു വലിയ കൈയടി കൊടുക്കൂ. കാരണം ഈ ദൗത്യം അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഗിന്നസ് വേൾഡ് റെക്കോർഡാണ് ഇവർ രണ്ടുപേരും ബ്രേക്ക് ചെയ്യാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത്. പാടാ, ചൈനയൊക്കെ എന്ത് നമ്മുടെ മെന്റർ ഇവിടെ കിടക്കുമ്പോ. ഒരു കാര്യം അല്ല, ആക്ച്വലി ഇതെല്ലാം ജിഷ്ണുവിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതില് ഇത് അപ്പുവാ ചെയ്യണം. ഓക്കെ, ജിഷ്ണുവിന് ഒരു ബ്രേക്ക്. വേറെ റൈറ്റ് ഉണ്ട്. എനിക്ക് കോമഡി ആവില്ല ഇത്. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഞാൻ ഇത് എടുക്കുന്നു. വേറെ ഐറ്റം ഉണ്ട്, അത് വാട്ടി കൊടുക്കും. അല്ല, പക്ഷെ ജിഷ്ണുവിന് കൊടുത്ത സ്ഥിരം ഡയലോഗാ ഒക്കെ ഇങ്ങോട്ട് ഇടൂ. ഇതൊന്നും മുട്ട പൊട്ടി സെയിം ടെക്നിക്ക് തന്നെ, കണ്ടോഷൻ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ കൈ കൊണ്ടല്ല. കൈ കൊണ്ടാണോ? ഇതൊരു 10 വർഷം മുന്നേ വിട്ടതാണ്. ഇനി എടുക്കേണ്ടി വന്നതിൽ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോ എടുക്കടാ നീ.
കണ്ട ജിഷ്ണു കണ്ട അവൻ ചെയ്ത്. ഇനി നീ നല്ലതിന് ഇത് നല്ലത് വലത്തേ കൈ കൊണ്ട് നീ ഇടത്തെ കൈ വെച്ച് ചെയ്യാൻ നോക്കരുത്. ചെറുതായിട്ട് കണ്ണു നിറഞ്ഞില്ല അതിന്റെ. അല്ല അവന് ഞാനെന്ത് ചെയ്യണ്ടേ? ഞാൻ ബലൂൺ പൊട്ടിച്ചില്ലേ? ഇല്ലടാ, വേദനയുണ്ട്. ഇതും കൂടെ ചെറിയ രീതിയിൽ എന്താ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഈ മുട്ട വെച്ചോണ്ട്. എടാ കിട്ടാതിരുന്നാ ഉച്ചക്ക് നിനക്ക് തന്നെ ചോറിന്റെ കൂടെ. പട്ടാക്കയ്ക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ്, നീ വെറുതെ വിടരുത്. ഒരു ഓംലെറ്റ് അടിക്കാൻ പറ്റുമെന്നൊക്കെ. മുട്ട പൊട്ടിയോ? ഐറ്റം വേറെ ആയിരുന്നില്ലേ? ബലൂണല്ലേ പൊട്ടിക്കേണ്ടത്, മുട്ട മാറ്റി വെക്കാനല്ലേ പറഞ്ഞുള്ളൂ. എടാ ബുൾസൈ അതെ, കുറച്ച് പ്രാക്ടീസ് ഇല്ലാത്തോണ്ടാണ്. തൊപ്പിക്കാരനെ കണ്ണും കണ്ടില്ല, മുട്ടയുടെ ഫ്ലോർ ആയിരുന്നു പോയിട്ട് അങ്ങനെ തല കടിച്ചു പൊട്ടിച്ചു. ആദ്യമായിട്ട് മുട്ട പൊട്ടിച്ചത് നമ്മുടെ ജിഷ്ണു. പക്ഷെ അത് നിങ്ങൾ മറ്റേ മുട്ടയുടെ ആ ബുൾസയുടെ സൈസ് ഒന്ന് നോക്ക്. എനിക്ക് നമ്മൾ കൈ കൊണ്ട് പോലെ ഒരു ബുൾസൈ ആക്കാൻ നോക്കി ഇത്രയും കറക്റ്റ് ആയിട്ട് വരില്ല. അതിനൊരു വലിയ കൈയടി കൊടുക്കണം. ഇത്രയും പെർഫെക്റ്റ് ബുൾസൈ ഉണ്ടാക്കിയ ജിഷ്ണു പട്ടാക്ക. ജിഷ്ണുവിന് അടുത്ത ദിവസം മുതൽ തട്ടുകടയിൽ ജോലിയായി വരും. മനസ്സിലായില്ലേ? വേറൊരു സംഭവം ഉണ്ട് അറിയോ? പ്രേകരുടെ ചോദിച്ചാൽ മുട്ട കൊണ്ട് എന്ത് ചെയ്യാന്ന്, പ്രേകറിന് കൂടോത്രം ചെയ്യാന്ന്. അപ്പൊ എന്തായാലും നമ്മള് ഇതൊക്കെ ഇവിടെ പറയുന്നുണ്ടെങ്കിലും ഇവിടെ ഒരു വലിയ എന്താ പറയാ, ലോകത്തിലെ വലിയ അച്ചീവ്മെന്റ്സ് ആണ് ഒരാളുടെ ക്രെഡിറ്റ്സ് ആയിട്ട് വർഷങ്ങളായിട്ട് നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായിട്ട് കൊണ്ടുപോകുന്നത്. നമ്മുടെ ഡാൻസ് ധമാക്കയുടെ ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ എപ്പിസോഡിന് വേണ്ടിയിട്ട് കോയമ്പത്തൂരിൽ നിന്ന് ട്രാവൽ ചെയ്താണ് ഈ പിള്ളേർ മൊത്തം വിത്ത് വൈഷ്ണവി. ഇന്നലെ ഈവനിങ് ആണ് നമ്മൾ ഇവരെ അറിയിക്കുന്നത്. അവരപ്പൊ തന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഹ്യൂജ് ഷൗട്ട് ഔട്ട് ടു രാജേഷ് മാസ്റ്റർ. രാജേഷ് ഏട്ടാ, രാജേഷ് മാസ്റ്റർ അവർ രാജേഷേട്ടൻ നമ്മുടെ ഏരിയൽ ആക്സിന്റെ രാജാവാണ്. ഹീസ് ദ വൺ ഹു ബ്രിങ്സ് ഔട്ട് ദ ന്യൂ ടെക്നീക്ക്. അത് ട്രൈ ചെയ്യിപ്പിക്കുക എല്ലാവർക്കും അതിന്റെ കറക്റ്റ് രീതിയിൽ. നമ്മൾ രാജേഷേട്ടന്റെ മോണിറ്ററിങ് ഇല്ലാണ്ട് നമ്മളൊന്നും അങ്ങനത്തെ ഒരു സാഹസത്തിന് പുറപ്പെടൂല. അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ടാലന്റ് ആണ്. അപ്പം ചേട്ടന്റെ ട്രെയിനിങ് കൊണ്ട് മനോഹരമായ ഒരു പെർഫോമൻസ്. താങ്ക് യു സോ മച്ച്. എന്താണ് ആക്ച്വലി ഫസ്റ്റ് ഞാൻ യോഗ മാത്രമേ ചെയ്യും. ഫസ്റ്റ് ആയിട്ട് എനിക്ക് ഡാൻസ് വിത്ത് യോഗ പഠിപ്പിച്ച് രാജേഷേട്ടനാണ്. എന്നെയും ഫസ്റ്റ് ഏരിയൽ ആക്ട്, എന്നെ ഫസ്റ്റ് ഞാൻ ചെയ്ത റിയാലിറ്റി ഷോയുടെ ഗ്രാൻഡ് ഫിനാലെ ചെയ്യുന്നത് രാജേഷേട്ടനാണ്. യെസ് യെസ് ഓഫ് കോഴ്സ്. വർഷങ്ങൾക്ക് മുമ്പ് നമ്മള് ട്രൂപ്പിൽ മിമിക്രി കളിക്കുന്ന സമയത്ത് ഈ മിമിക്രിയിൽ എന്തെങ്കിലും വെറൈറ്റി പെർഫോമൻസ് വേണമല്ലോ. അങ്ങനെ ഞങ്ങൾ കൊണ്ടുവന്ന രാജേഷിന്റെ കുറെ പിള്ളേരുണ്ട്, അവർക്കൊന്ന് വലുതായി. അപ്പൊ രാജേഷ് കൊണ്ടുവന്നു. അപ്പം മിമിക്രിയുടെ ഇടയ്ക്കാണ് അവസാനം കമ്മറ്റിക്കാർ ബുക്ക് ചെയ്ത മറ്റേ ഡാൻസ് അല്ലെങ്കിൽ ഈ പരിപാടി വേണ്ട. അവസാനം രാജേഷിന്റെ കാല് പിടിക്കേണ്ടി വന്നു. ഇവന് ഷോ പിടിക്കും, നമ്മളും പിടിക്കും. രാജേഷ് പിള്ളേരെ വിട്ടു തരും. അവർ പിള്ളേരൊന്നും വേണ്ട രാജേഷ്, പിള്ളേരൊക്കെ ഒന്ന് അങ്ങനെ. അപ്പൊ ഇവൻ പിള്ളേർ വന്നു, പിള്ളേർ പറക്കുന്നുണ്ട്. പിള്ളേർ ഒരു കയറിൽ 7 പേരൊക്കെ തൂങ്ങിക്കിടന്ന് കാണിക്കുന്ന വേല. അതുകൊണ്ട് ഞങ്ങൾ രക്ഷോട്ട് വരുന്നു പറഞ്ഞു. അപ്പൊ രാജേഷ് ഏട്ടനാണ് വൈഷ്ണവിനെ ഡാൻസിലോട്ടും കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോഴാണ് വൈഷ്ണവി ഒരു ഡാൻസ് റിയാലിറ്റി ഷോന്റെയും വിന്നറും കൂടിയായിരുന്നു. ടൈറ്റിൽ വിന്നർ. സോ ഷീ ഹാസ് ഗോട്ട് ഇറ്റ് ഓൾ ഇൻ ഹെർ. ആൻഡ് ഇത്രയും നമുക്ക് വേണ്ടി ട്രാവൽ ചെയ്ത് നമ്മുടെ പിള്ളേരൊപ്പം. ഉങ്ക പേര് എന്നെ തമിഴാ என்னாச்சும் சோகமா இருக்க? ஹாப்பியா இருக்குதா? கேரளா விஷ்ணுவை கண்டப்ப அவன் மூட விட்டான். அவன்ட மூடு கம்ப்ளீட். என்னாச்சு? பேசு பேச்சுடா. இந்த அண்ணாவோட பெர்ஃபார்மன்ஸ் எப்படி இருந்தது? நல்லா இருந்துச்சு. அந்த அண்ணாவோட பெர்ஃபார்மன்ஸ் எப்படி இருந்தது? இதுல என்ன அண்ணாவை பிடிக்கும்? அந்த அண்ணா. പാവം, അടുത്ത വണ്ടി എപ്പോഴാണ് ആലോചിച്ചോണ്ടിരിക്കുക ചെക്കൻ. അപ്പൊ എന്തായാലും നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ പെർഫോമൻസ് കാഴ്ചവെച്ച് കോയമ്പത്തൂരിന്നേ വന്ന നിങ്ങൾ എല്ലാവർക്കും ரொம்ப നന്ദി. സെമ്മയാ പെർഫോം பண்ணிட்டே. ഒരു വലിയ കൈയടി കൊടുക്കടാ. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. താങ്ക് യു നമ്മുടെ മെന്റേഴ്സിന്. തീർച്ചയായിട്ടും ഇതൊന്നും ഒരിക്കലും നമ്മൾ പ്രിപ്പയർ ചെയ്ത് പറയുന്ന കാര്യമൊന്നുമല്ല. അവരുടെ ടീമിന്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഇന്ന് എങ്ങനെ പെർഫോം ചെയ്യുന്നത്. അതിന്റെ ഇടയ്ക്ക് ജസ്റ്റ് ഫോർ ഫൺ ആ സ്പിരിറ്റിന് ഒരു വലിയ കൈയടി കൊടുക്കാം. അപ്പു ആൻഡ് ജിഷ്ണു, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇത് തിരിച്ചറിയ അടി പിടിക്കണ്ടേ? പ്രോട്ടീൻ. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. താങ്ക് യു.
എന്തായിരുന്നു നോബിച്ചേട്ടാ ഇന്നത്തെ എപ്പിസോഡ്? ഒരുപാട് കരഞ്ഞു, ഒരുപാട് ചിരിച്ചു, ഒരുപാട് നല്ല മെമ്മറീസ് നമ്മൾ ഓൾറെഡി കോമ്പറ്റീഷൻ തുടങ്ങിയപ്പോൾ തന്നെ ഉണ്ടാക്കി. എനിക്കറിയാം പ്രേക്ഷകർ വെയിറ്റിംഗ് ആണ്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഫേവറേറ്റ്സ് ഉണ്ടാവും എന്നറിയാം. അപ്പോൾ ബാക്കി യുദ്ധം ഇനി നാളെ, അടുത്ത ദിവസം നമുക്ക് ഡാൻസ് ധമാക്കയിലൂടെ കാണാം. 2 rounds, പ്രോപ്പർട്ടി റൗണ്ട് ആൻഡ് ലൈഫ് സ്റ്റോറി റൗണ്ട്. ആരാണ് എന്തുമായിട്ടാണ് വരുന്നത് എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണുക. ജഡ്ജസ്, സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് ഫോർ ടുഡേ. നാളെ തുടരാം അല്ലേ ബാക്കി? ഓക്കെ, അപ്പോൾ see you again tomorrow. Goodbye from Dance Dhamaka. Good night.